ഒമ്പതാം നിരയിൽ ഇരിക്കുന്നവരോട് പുച്ഛം ഒന്നാം നിരയിൽ ഇരിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിര ഒന്നാണോ ഒമ്പതാണെന്നൊക്കെ തീരുമാനിക്കുന്ന കേരളത്തിലെ ജനങ്ങളാ. ഒന്നാം നിര ആരുടെയും തറവാട്ട് വകയോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഒന്നും അല്ല. ജനങ്ങൾ തന്നതാണെങ്കിൽ അത് തിരിച്ചെടുക്കാനും ജനങ്ങൾക്കറിയാം. ഇവിടെ ചെക്കാന്ന് കമന്റ് പറയാ, മന്ത്രിസ്ഥാനത്തിരുന്നിട്ട് മറുപടി പറയുമ്പോ വെർബൽ ഡയറി ആണെന്ന് പറയാ. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറിക്ക് കൊള്ളുന്നത് കൊണ്ടും തടി തട്ടുന്നത് കൊണ്ടുമാണ് മന്ത്രിമാർക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത്. മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ പറിക്കാൻ പോയതല്ല. കേരള നിയമസഭയിൽ പാലക്കാട്ടെ ജനത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരുടെ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ കാര്യവും പറയാൻ വേണ്ടി ചെന്നതാണ്. ആ കാര്യങ്ങൾ പറയാനുള്ള അയാളുടെ അവകാശത്തെ ഇങ്ങനെയാണ് ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത്? അതിനെതിരായിട്ട് നിയമസഭയിൽ മന്ത്രിമാരൊക്കെ അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടക്കാരായി മാറുകയാണ്. എല്ലാവരും പിണറായി വിജയന് പഠിക്കുക. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അസഹിഷ്ണുത, ഒരു കാര്യം പറയുമ്പോൾ അസഹിഷ്ണുത, പ്രസംഗിക്കുമ്പോൾ അസഹിഷ്ണുത, എന്നിട്ട് കോട ചെക്കാന്ന് കമന്റ് പറയാ, മന്ത്രിസ്ഥാനത്തിരുന്നിട്ട് മറുപടി പറയുമ്പോ വെർബൽ ഡയറി ആണെന്ന് പറയാ. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറിക്ക് കൊള്ളുന്നത് കൊണ്ടും തടി തട്ടുന്നത് കൊണ്ടുമാണ് മന്ത്രിമാർക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത്. അയാൾ അവിടെ വെറുതെ പോയിരുന്നതല്ല. അയാളെ പാലക്കാട്ടെ ജനത വെറുതെ അല്ല ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് അവിടേക്ക് അയച്ചിട്ടുള്ളത്. അവിടെ പോയിട്ട് പറയാനുള്ളത് പറയാനും ചോദിക്കാനുള്ളത് ചോദിക്കാനും തന്നെയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ പെറുക്കാൻ പോയ ആളല്ല രാഹുൽ മാങ്കൂട്ടം. കേരളത്തിലെ നിയമസഭയിലേക്ക് പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ അംഗീകാരവും റെക്കോർഡ് ഭൂരിപക്ഷം നൽകി അവരുടെ കാര്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളും പറയാൻ വേണ്ടി അയച്ചതാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ അസഹിഷ്ണുതക്ക് ഒരുപാട് ആയുസുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി രാജീവിന്റെ പ്രതികരണവും കണ്ടിരുന്നു. പുറകിലെ ബെഞ്ചിലെ ആളോട് പുച്ഛമാണ് പോലും. ഓർക്കുന്നത് ഉമ്മൻചാണ്ടി സാറെയാണ്. അദ്ദേഹം 2011 മുതൽ 16 വരെ നിയമസഭയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നയിച്ച ഒരു കാലത്ത് നിയമസഭയിലേക്ക് ചെല്ലാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ മാത്രമല്ല, അപ്പുറത്തും കുറെ പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നു. ആ പുതുമുഖങ്ങൾ അസംബ്ലിയിൽ എഴുന്നേറ്റ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി ആയിട്ട് പോലും വഴങ്ങിക്കൊടുത്ത് അതിന് ഓരോന്നിനും മര്യാദയോടെ സാമാന്യമായ മര്യാദ പാലിച്ചുകൊണ്ടുള്ള മറുപടി അദ്ദേഹം പറയുന്നത് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഈ പുതിയ അംഗങ്ങൾക്കൊക്കെ സാർ ഇത്ര വഴങ്ങണമെന്ന്. അപ്പം സാറ് പറയുന്ന മറുപടി, അംഗങ്ങൾ പുതുതാണെങ്കിലും പഴയതാണെങ്കിലും ജനങ്ങൾ തെരഞ്ഞെടുത്ത് വന്നവരാണ്, അതിനോട് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുത്തേ പറ്റൂ. എന്നിട്ട് ഓരോന്നിനും എഴുന്നേറ്റ് മറുപടി പറയുന്നത് സാറിന് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും മാതൃകയാക്കാൻ ഇവരെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒമ്പതാം നിരയിൽ ഇരിക്കുന്നവരോട് പുച്ഛം ഒന്നാം നിരയിൽ ഇരിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിര ഒന്നാണോ ഒമ്പതാണെന്നൊക്കെ തീരുമാനിക്കുന്ന കേരളത്തിലെ ജനങ്ങളാ. ഒന്നാം നിര ആരുടെയും തറവാട്ട് വകയോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഒന്നും അല്ല. ജനങ്ങൾ തന്നതാണെങ്കിൽ അത് തിരിച്ചെടുക്കാനും ജനങ്ങൾക്കറിയാം. കോട ചെക്കാന്ന് കമന്റ് പറയാ, മന്ത്രിസ്ഥാനത്തിരുന്നിട്ട്